നിങ്ങൾ പരാജയപ്പെട്ടവരാണോ അല്ലെങ്കിൽ തള്ളപ്പെട്ടവരാണോ? ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാജയപ്പെട്ടവരെയാണ് ദൈവം ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അവരെ ആർക്കും ഒരിക്കൽ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവനാമത്തെ അവർ തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തിനെ കൊണ്ട് എന്തൊക്കെ അവൻ്റെ ലൈഫിനകത്ത് ചെയ്യുവാൻ കഴിയും, എന്തൊക്കെ മാറ്റം ചെയ്യുവാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കിയ ആ നിമിഷം, അവൻ്റെ ലൈഫിനകത്ത് നടന്ന ഓരോ കാര്യങ്ങളും ഓരോ രീതികളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, അത്ഭുതമായും ആശ്ചര്യപരമായും വിസ്മയപരമായും എന്നെ ദൈവം നടത്തിയെന്ന്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പരാജയപ്പെട്ടവരാണോ, ഒറ്റപ്പെട്ടവരാണോ, തള്ളപ്പെട്ടവരാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക് ഒറ്റപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും വേദനിക്കപ്പെടുന്നവരെയും ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് ഞാൻ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. ഇന്ന് പകൽക്കാലം ദൈവം അതിശക്തമായി വിളിച്ചു പറയാൻ പറയുന്നു, ഹല്ലേലൂയ. തള്ളപ്പെടലും ഒറ്റപ്പെടലും നിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല ദൈവമക്കളെ, നിങ്ങളുടെ ഇല്ലായ്മകൾക്ക് വേണ്ടിയല്ല. ഈ ഒറ്റപ്പെടലും തള്ളപ്പെടലും ഒക്കെ പരാജയങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലെ നാളുകളിൽ ദൈവം അനുഗ്രഹിക്കാനാണ്, നാളുകളിൽ ദൈവം നിന്നെ സമർത്ഥീകരിക്കാനാണ്, നാളുകളിൽ ദൈവം നിന്നെ മുമ്പിൽ കൊണ്ടുവരാനാണ്. നീ ഇപ്പോൾ ഒറ്റപ്പെട്ടതും ഈ വേദനിക്കപ്പെടുന്നതും ഈ ഭാരപ്പെടുന്നതും ഈ ദുഃഖം അനുഭവിക്കുന്നതും ഒക്കെ ബൈബിളിനകത്ത് പരാജയപ്പെട്ട യോസെഫിനെ കാണാൻ പറ്റുന്നുണ്ട്. ആദ്യവും പൊട്ടക്കൊഴി വീണു, സഹോദരന്മാരാൽ തള്ളപ്പെട്ടു, എല്ലാ കാര്യങ്ങളും അവൻ്റെ ലൈഫിനകത്ത് ദൈവത്തെ അറിഞ്ഞതും സ്വപ്നങ്ങൾ കാണുന്നതും നിമിത്തം അവൻ അനുഭവിച്ച പരാജയങ്ങളുടെ ലിസ്റ്റ് ബൈബിളിനകത്ത് യോസഫിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ പീരീഡിൽ ദൈവത്തിൻ്റെ ടൈമായപ്പോൾ അവനെ മുമ്പിൽ കൊണ്ടുവന്ന് രാജസ്ഥാനത്ത് ഇരുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായി വിളിച്ചു പറയുകയാണ്, അല്ല നീ ഈ നിമിഷം പരാജയം അനുഭവിക്കുന്നെങ്കിൽ ഞാൻ പറയുകയാണ്, നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ നിൻ്റെ മുമ്പിലുണ്ട്. ഒരിക്കലും ഒരു പരാജയപ്പെട്ടവൻ അടുത്ത നിമിഷം ജയിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വ്യക്തമായും ശക്തമായും വിശ്വാസത്തോടെയും ഉറച്ചു നിന്ന് പറയുക, ഞാൻ എൻ്റെ ദൈവത്തെ അറിയുന്നത് എൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തിനെ മാത്രം ഫോക്കസ് ചെയ്ത് ദൈവവേലയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ യാതൊന്നും നിങ്ങളെ തകർത്ത് കളയാൻ പറ്റത്തില്ല, ഉടയ്ക്കാൻ പറ്റത്തില്ല, നിന്നെ ആർക്കും പിടിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല. ദൈവം നിന്നെ കവർ ചെയ്യും, ദൈവം നിന്നെ കാക്കും, ദൈവം നിന്നെ മുമ്പിൽ കൊണ്ടുവരും. ഈ സീസൺ, കഴിഞ്ഞ സീസണുകൾ നീ പുറകോട്ടായിരുന്നെങ്കിൽ ഈ സീസണിൽ മുമ്പോട്ട് യാത്ര ചെയ്യുന്ന ഒരു കാലമുണ്ട്, ദിവസമുണ്ട്, മാസമുണ്ട്, ആഴ്ചകളുണ്ട്. നിങ്ങൾ കാത്തിരിക്കുക. ആമേൻ.